വിരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വയസ്സിന് താഴെയാണെങ്കിൽ അത് 2 തവണയായിട്ട് കൊടുക്കാം. 5 മില്ലി, ഒരു ബോട്ടിൽ ഫുൾ 10 മില്ലി വരുന്നെങ്കിൽ അത് 5 മില്ലി 5 മില്ലി ആയിട്ട് ഒരാഴ്ച ഗ്യാപ്പിൽ അത് കൊടുക്കാം. അതുകൂടാതെ ചിലർ 2 ആഴ്ച ഗ്യാപ്പിലിടാം. എങ്ങനെ പോയാലും ആ ഒരു ഫസ്റ്റ് ഡോസ് 5 മില്ലിയും ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പിൽ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ഡോസും കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി ആ ഡോസ് കഴിഞ്ഞു. എല്ലാ 5 മാസം 6 മാസം തോറും വിരയുടെ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു 5 വയസ്സ് വരെ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ആ സമയത്താണ് മണ്ണിൽ കളിക്കുന്നതും അതെടുത്ത് വായിൽ വയ്ക്കുന്നതും ഇതെടുത്ത് വായിൽ വയ്ക്കുന്നതൊക്കെ. അതുകൂടാതെ വിര എപ്പോൾ കണ്ടോ അന്നേരം നമ്മൾ വിരയ്ക്ക് മരുന്ന് കൊടുക്കാം. അതിനിപ്പോൾ 5 മാസം ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൂടാതെ 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരയുടെ മരുന്ന് റുട്ടീനായിട്ട് ഫുൾ ബോട്ടിൽ, 2 വയസ്സ് കഴിഞ്ഞാൽ ഫുൾ ബോട്ടിൽ, ആ ബോട്ടിൽ 10 മില്ലി ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡോസ് കൊടുത്തിരിക്കണം. 2 വയസ്സ് തൊട്ട് മുതിർന്ന എല്ലാവർക്കും ഒരൊറ്റ ഡോസേ ഉള്ളൂ. ഇനി വിര കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു ബോട്ടിലും കൂടി റിപ്പീറ്റ് ചെയ്യണം. ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ ഒരു ബോട്ടിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ വിരയുടെ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന വിരയെ കൂടി രണ്ടാമത് കൊടുക്കുന്ന ഡോസ് നശിപ്പിച്ച് കളയും. അപ്പോൾ മൊത്തമായിട്ട് വിരയിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്ക് മോചനം കിട്ടും. വിളർച്ചയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കാം? അവർക്ക് ഭക്ഷണത്തിൽ നമുക്ക് ബ്ലഡ് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ചീര, അതുപോലെ തന്നെ മുരിങ്ങയില, ഈ ഇലക്കറികൾ ധാരാളമായിട്ട് കൊടുക്കാം. അതുപോലെ ശർക്കര, പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കരിപ്പെട്ടി ശർക്കര, അതിൽ ഒത്തിരി കാൽഷ്യത്തിൻ്റെ അയണിൻ്റെ കണ്ടൻറ്റ്സ് ഒത്തിരിയുണ്ട്. അതുകൂടാതെ ശർക്കര വെച്ചിട്ടുള്ള അട, കൊഴുക്കട്ട, ഉണ്ട, പായസം, ശർക്കര അങ്ങനെ, അതുപോലെ തന്നെ ബീട്രൂട്ട്, പാവയ്ക്ക, നെല്ലിക്ക, പച്ചമാങ്ങ, കോവയ്ക്ക, ഇതിലെല്ലാത്തിലും അയൺ, ഇരുമ്പിൻ്റെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇറച്ചിയിലും മുട്ടയിലും പാലിലെല്ലാം അയൺ വളരെ ചെറിയ രീതിയിലാണെങ്കിലും എല്ലാ ഭക്ഷണത്തിലും അയൺ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ പോമഗ്രനേറ്റ്, മധുരനാരങ്ങയിലെല്ലാം നല്ല രീതിയിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി അയൺ കുറവുള്ള കുട്ടികൾക്ക് ഒരെണ്ണം വെച്ച് ഡെയിലി ഒരു മധുരനാരങ്ങ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ അയൺ റിക്കവർ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കുറവ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ 3 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അയൺ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോറിൽ വരെ ആവാൻ വേണ്ടിയാണ് 3 മാസം നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുകൂടാതെ അയൺ കൊടുക്കുന്നതിനൊപ്പം തന്നെ അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സിങ്കിൻ്റെ അളവ് വളരെ ആവശ്യമാണ്. സിങ്ക് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്നത് വഴുതനങ്ങ, അതുപോലെ പയറ്, കടലവർഗ്ഗങ്ങളിലെല്ലാം സിങ്കിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ വൈറ്റമിൻ സി ബ്ലഡ് അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടി വളരെ ആവശ്യമാണ്. ഇതുകൂടാതെ ബി കോംപ്ലക്സ്, പച്ച ഇലക്കറികളിലാണ് ബി കോംപ്ലക്സ് അധികമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം മിശ്രമായിട്ട് സമ്മിശ്രമായിട്ട് എല്ലാ കളറിലുമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടൻസും നമുക്ക് ശരീരത്തിൽ കിട്ടും. നമ്മുടെ കൈ പൂക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഇത് പുതിയ കോടി കിട്ടാൻ വേണ്ടിയല്ല, അത് പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ കുറവ് വരാം, പഠനത്തിൽ പിന്നോട്ട് പോകാം, പുരുവരുപ്പ് കൂടാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചായ, പ്രത്യേകിച്ചും കട്ടൻ ചായ, അതിലുള്ള കാപ്പിയിലുമുള്ള ടാനിൻ, കഫീൻ, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നല്ല ചെറുപ്രായത്തിൽ കൊടുത്താൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ അത് ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ചായ അധികം കൊടുത്ത് പഠിപ്പിക്കരുത്. പ്രധാനമായിട്ടും കട്ടൻ ചായ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഒരു 5 വയസ്സ് വരെ ചായ അത്ര എൻകറേജ് ചെയ്യരുത്, കട്ടൻ ചായ പ്രധാനമായും.